ജീവിതത്തിലാദ്യമായി തെയ്യം കാണാനായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്ന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി ആണ്ടല്ലൂരിലോട്ടുള്ള ബസ്സിൽ കയറിയാണ് ഞാൻ ആണ്ടല്ലൂർ കാവിലെത്തുന്നത്. അപ്പോൾ സമയം രാത്രി 8 മണിയായിരുന്നു. ഇവിടെ എത്തിയാൽ ആദ്യം കാണുന്നത് ഒരു കവാടമാണ്. ഉത്സവമായതിനാൽ കാവിൽ ജനത്തിരക്കുണ്ട്. പോലീസും സർവ്വസന്നാഹങ്ങളുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ധർമ്മടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ആരാധനാലയമാണ് ആണ്ടല്ലൂർ കാവ്. ആണ്ടല്ലൂർ കാവിലെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ചുറ്റുമുള്ളത്. ക്ഷേത്ര കവാടവും ചുറ്റുമതിലും വെട്ടുകല്ലിൽ പണിതീർത്തതാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കണ്ടുവരുന്ന മാതൃകയിൽ നിന്ന് വ്യത്യസ്തമാണ് ആണ്ടല്ലൂർ കാവിലെ വാസ്തുശൈലി. സാധാരണ ചുറ്റമ്പലത്തിന് ചുമരുകളുണ്ടാവും. ഇവിടെ ചുറ്റമ്പലം തുറസായതാണ്. സ്റ്റെപ്പുകളുമുണ്ട്. ഒരു ആംഫി തിയേറ്റർ ഫീലാണ്. തെയ്യം കാണാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ആണ്ടല്ലൂർ കാവിലെ മേലേക്കാവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ എന്നീ ദേവചൈതന്യങ്ങൾക്ക് മേലേക്കാവിൽ പ്രതിഷ്ഠയുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴപിരിഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായ കാവാണ് ആണ്ടല്ലൂർ കാവ്. ഇവിടെ ഒരു തെയ്യം മ്യൂസിയമുണ്ട്. എന്താണ് തെയ്യത്തിൻ്റെ ചരിത്രം? എവിടെ നിന്നാണ് തുടക്കം? എത്ര വർഷം പഴക്കമുണ്ടാവും? മ്യൂസിയം ഇതിനുള്ള ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം. മ്യൂസിയത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ദൈവത്താർ തെയ്യത്തിൻ്റെ രൂപമാണ്. ദൈവത്താർ തെയ്യം സാക്ഷാൽ ശ്രീരാമനായാണ് ആരാധിക്കപ്പെടുന്നത്. മ്യൂസിയത്തിൽ കാവിൻ്റെ ഒരു മിനിയേച്ചർ ഫോം കാണാം. ഇവിടെ പല വെറൈറ്റിയിലുമുള്ള തെയ്യങ്ങളുടെ ഫോട്ടോസ് കാണാം. തെയ്യം പോലെ മ്യൂസിയം നല്ല കളർഫുള്ളാണ്. ആണ്ടല്ലൂർ കാവിലെ ഉത്സവ ചടങ്ങുകൾ രാമായണത്തിലെ സുന്ദരകാന്ഡവും യുദ്ധകാന്ഡവും പ്രതിപാദിക്കുന്നവയാണ്. തെയ്യമായി കെട്ടിയാടിക്കപ്പെടുമ്പോൾ ശ്രീരാമനെ ദൈവത്താർ എന്നും ലക്ഷ്മണനെ അങ്കക്കാരൻ എന്നും ഹനുമാനെ ബപ്പൂരൻ എന്നും സീതാദേവിയെ അതിരാളൻ തെയ്യവും എന്നാണ് പറയുന്നത്. മ്യൂസിയത്തിൽ തെയ്യത്തിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയത് മ്യൂസിയം ചിത്രങ്ങളിലും രൂപങ്ങളിലും ഒതുങ്ങി. ഏതായാലും ചരിത്രം ഞാൻ പറയാം. തെയ്യം ദൈവം എന്ന സംസ്കൃത വാക്കിൽ നിന്നും വന്നതാണ്. കളിയാട്ടം എന്ന കലയിൽ നിന്ന് ഉടലെടുത്തതാണ് തെയ്യം. ഏകദേശം 1500 വർഷത്തെ പാരമ്പര്യമുണ്ട്. തെയ്യത്തിനെ പറ്റി സംഘസാഹിത്യത്തിൽ പരാമർശമുണ്ട്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. മ്യൂസിയത്തിൽ നിന്ന് നേരെ മേലേക്കാവിലേക്ക് പോകാം. അവിടെ ചെന്ന് ചെണ്ടമേളം കേൾക്കാം. ഇവിടുത്തെ ചെണ്ടമേളത്തിനും വ്യത്യസ്തതയുണ്ട്. താളത്തിലും മേളത്തിലുമുള്ള വ്യത്യസ്തത. തൃശ്ശൂരിലെ ഒരു മിനി പഞ്ചാരി മേളത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചെണ്ടമേളമാണിവിടെ. പക്ഷേ ചെണ്ട കൊട്ടുന്ന വേഗം താരതമ്യേന കുറവാണ്. അത് മേളം കത്തിക്കയറുമ്പോൾ പോലും അതാണ് അവസ്ഥ. ജനം ചെണ്ടമേളം ആസ്വദിക്കുന്നുണ്ടെങ്കിലും തൃശ്ശൂരൊക്കെയുള്ള പോലെ ആസ്വാദകരുടെ പ്രോത്സാഹനമില്ലെന്നത് ശ്രദ്ധേയമാണ്. മേളം ആസ്വദിക്കാനുള്ളതാണ്. മേളം തീരുന്നത് വരെ എൻ്റെ സൗണ്ടൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. മേളം തീരുമ്പോൾ ഞാൻ വീണ്ടും ചേരാം.
ഇനി വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ്. വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറെയുണ്ട് കാണാൻ. അത് അടുത്ത ഭാഗത്തിൽ കാണാൻ മറക്കരുതേ. വിപിൻ സൈനിങ് ഓഫ്.